എനിക്ക് മരിക്കണം. ആത്മഹത്യാ പ്രവണതയ്ക്കെതിരെ പോരാടാൻ ബൈബിളിന് എന്നെ സഹായിക്കാനാകുമോ? ബൈബിളിന്റെ ഉത്തരം തീർച്ചയായും സഹായിക്കാനാകും. മനസ്സ് തളർന്നിരിക്കുന്നവരെ ആശ്വസിപ്പിക്കുന്ന ദൈവത്തിൽ നിന്നാണ് ബൈബിൾ വന്നിരിക്കുന്നത്. ഇന്നത്തെ പോലെ അപ്പോസ്തലന്മാരുടെ കാലഘട്ടത്തും അവർക്കുണ്ടായ അനുഭവങ്ങൾ ബൈബിളിൽ വിവരിക്കുന്നു. 2 കൊരിന്ത്യർ 7:6. പക്ഷേ മനസ്സ് തളർന്നിരിക്കുന്നവരെ ആശ്വസിപ്പിക്കുന്ന ദൈവം തീത്തോസിനെ അയച്ച് ഞങ്ങളെ ആശ്വസിപ്പിച്ചു. ബൈബിൾ ഒരു മാനസികാരോഗ്യ പുസ്തകമല്ലെങ്കിലും ആത്മഹത്യ ചെയ്യാനുള്ള തോന്നൽ മറികടക്കാൻ അത് അനേകരെ സഹായിച്ചിട്ടുണ്ട്. അതിലെ നിർദ്ദേശങ്ങൾ നിങ്ങളെയും സഹായിക്കും. ബൈബിൾ പറയുന്നത് നിങ്ങളുടെ വികാരങ്ങൾ പ്രകടിപ്പിക്കുക. യഥാർത്ഥ സ്നേഹിതൻ എല്ലാ കാലത്തും സ്നേഹിക്കുന്നു. കഷ്ടതകളുടെ സമയത്ത് അവൻ കൂടപ്പിറപ്പായി തീരുന്നു. സുഭാഷിതങ്ങൾ 17:17. അർത്ഥം, വേദനിപ്പിക്കുന്ന ചിന്തകൾ നമുക്കുള്ളപ്പോൾ മറ്റുള്ളവരുടെ സഹായം ആവശ്യമാണ്. വികാരങ്ങൾ നിങ്ങൾ ഉള്ളിലൊതുക്കുകയാണെങ്കിൽ താങ്ങാനാകാത്ത ഒരു ചുമട് ചുമക്കുന്നത് പോലെ ആയിരിക്കും. എന്നാൽ അത് ആരോടെങ്കിലും പറഞ്ഞാൽ അതിന്റെ തീവ്രത കുറയ്ക്കാനും ഒരുപക്ഷെ സാഹചര്യത്തെ മറ്റൊരു വിധത്തിൽ കാണാൻ പോലും കഴിഞ്ഞേക്കും. ചെയ്തു നോക്കാൻ. ഇന്ന് തന്നെ ഒരു കുടുംബാംഗത്തോടോ ഒരു വിശ്വസ്ത സുഹൃത്തിനോടോ സംസാരിക്കുക. നിങ്ങളുടെ തോന്നലുകൾ എഴുതുന്നതും വികാരങ്ങൾ പ്രകടിപ്പിക്കാൻ സഹായിച്ചേക്കും. ഡോക്ടറെ കാണുക. ബൈബിൾ പറയുന്നത് ആരോഗ്യമുള്ളവർക്കല്ല രോഗികൾക്കാണ് വൈദ്യനെ ആവശ്യം. മത്തായി 9:12. അർത്ഥം, അസുഖമുണ്ടെങ്കിൽ ചികിത്സിക്കണം. ആത്മഹത്യ ചെയ്യാനുള്ള തോന്നൽ ചിലപ്പോൾ മാനസിക രോഗത്തിന്റെ ലക്ഷണമായിരിക്കാം. മറ്റു രോഗങ്ങളെപ്പോലെ തന്നെ ഇതിനെയും കണ്ടാൽ മതി. നാണക്കേട് തോന്നേണ്ട കാര്യമില്ല. മാനസിക രോഗം ചികിത്സിച്ചു മാറ്റാവുന്നതാണ്. ചെയ്തു നോക്കാൻ എത്രയും പെട്ടെന്ന് തന്നെ ഒരു ഡോക്ടറെ കാണുക. ദൈവത്തിന് ചിന്തയുണ്ടെന്ന് ഓർക്കുക. ബൈബിൾ പറയുന്നത്, നിസ്സാര വിലയുള്ള 2 നാണയത്തുട്ടിനല്ലേ 5 കുരുവികളെ വിൽക്കുന്നത്? എങ്കിലും അവയിൽ ഒന്നിനെ പോലും ദൈവം മറക്കുന്നില്ല. അതുകൊണ്ട് പേടിക്കേണ്ട. അനേകം കുരുവികളേക്കാൾ എത്രയോ വിലയുള്ളവരാണ് നിങ്ങൾ. ലൂക്കോസ് 12:6-7. നിങ്ങൾ ദൈവത്തിന് വളരെ വിലപ്പെട്ടവരാണ് എന്നാണ് ഇത് അർത്ഥമാക്കുന്നത്. ആർക്കും നിങ്ങളെക്കുറിച്ച് ചിന്തയില്ലെന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നിയേക്കാം. പക്ഷേ നിങ്ങളുടെ വിഷമങ്ങൾ ദൈവം മനസ്സിലാക്കുന്നുണ്ട്. ഇനി ജീവിക്കേണ്ട എന്ന് നിങ്ങൾക്ക് തോന്നുമ്പോൾ പോലും ദൈവം നിങ്ങളെക്കുറിച്ച് ചിന്തയുള്ളവനാണ്. സങ്കീർത്തനം 51:17 പറയുന്നത്, ദൈവമേ, തകർന്നു നുറുങ്ങിയ ഹൃദയത്തെ അങ്ങ് ഉപേക്ഷിക്കില്ലല്ലോ എന്നാണ്. നിങ്ങളെ സ്നേഹിക്കുന്നതുകൊണ്ട് നിങ്ങൾ ജീവിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. ചെയ്തു നോക്കാൻ. ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടെന്നതിന് ബൈബിൾ തരുന്ന തെളിവുകൾ നോക്കുക. ലളിതമായി പറഞ്ഞാൽ, അവൻ നമ്മുടെ നല്ല ഗുണങ്ങളിലും നാം ചെയ്യുന്ന ശ്രമങ്ങളിലും പ്രസാദിക്കുന്നു. ദാവീദ് രാജാവ് തന്റെ പുത്രനായ ശലോമോനോട് ഇങ്ങനെ പറഞ്ഞു, യഹോവ സർവ്വഹൃദയങ്ങളെയും പരിശോധിക്കുകയും വിചാരങ്ങളും നിരൂപണങ്ങളും എല്ലാം ഗ്രഹിക്കുകയും ചെയ്യുന്നു. 1 ദിനവൃത്താന്തം 28:9. വിദ്വേഷവും അക്രമവും നിറഞ്ഞു നിൽക്കുന്ന ഈ ലോകത്തിലെ ശതകോടിക്കണക്കിന് ഹൃദയങ്ങളെ പരിശോധിക്കവേ സമാധാനം, സത്യം, നീതി എന്നിവയെ സ്നേഹിക്കുന്ന ഒരു ഹൃദയം കണ്ടെത്തുമ്പോൾ അവൻ എത്ര സന്തോഷിക്കുന്നുണ്ടാകണം. ദൈവത്തോട് പ്രാർത്ഥിക്കുക. 1 പത്രോസ് 5:7. ബൈബിളിൽ പറയുന്നത്, ഒന്നിനെക്കുറിച്ചും ഉത്കണ്ഠപ്പെടേണ്ട. കാര്യമെന്തായാലും പ്രാർത്ഥനയിലൂടെയും ഉള്ളുരുകിയുള്ള യാചനയിലൂടെയും നിങ്ങളുടെ അപേക്ഷകൾ നന്ദി വാക്കുകളോടെ ദൈവത്തെ അറിയിക്കുക. അപ്പോൾ മനുഷ്യബുദ്ധിക്ക് അതീതമായ ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയത്തെയും മനസ്സിനെയും ക്രിസ്തുയേശു മുഖാന്തിരം കാക്കും. അർത്ഥം, നിങ്ങളുടെ മനസ്സിനെ വിഷമിപ്പിക്കുന്നതെന്തും തുറന്നു പറയാൻ ദൈവം നിങ്ങളെ ക്ഷണിക്കുന്നു. ആന്തരിക സമാധാനവും സഹിച്ചു നിൽക്കാനുള്ള കരുത്തും തരാൻ ദൈവത്തിനാകും. അങ്ങനെ തന്നെ നിന്റെ ഭാരം യഹോവയുടെ മേലിടുക. ദൈവം നിന്നെ പുലർത്തും. നീതിമാൻ വീണുപോകാൻ ദൈവം ഒരിക്കലും അനുവദിക്കില്ല എന്ന് സങ്കീർത്തനം 55:22 പറയുന്നു. ചെയ്തു നോക്കാൻ. ഇന്ന് തന്നെ യഹോവ എന്ന ദൈവത്തിന്റെ പേര് വിളിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുക. സങ്കീർത്തനം 83:18. നിങ്ങളുടെ ഉള്ളിലുള്ളത് പറയുക. സഹിച്ചു നിൽക്കാനുള്ള സഹായം ചോദിക്കുക. ബൈബിൾ തരുന്ന ഭാവി പ്രത്യാശയെക്കുറിച്ച് ചിന്തിക്കുക. ബൈബിൾ പറയുന്നത്, സുനിശ്ചിതവും ഉറപ്പുമുള്ളതുമായ ഈ പ്രത്യാശ നമുക്കൊരു നങ്കൂരമാണ്. എബ്രായർ 6:19. അർത്ഥം, കൊടുങ്കാറ്റിൽപ്പെട്ട ഒരു കപ്പൽ പോലെ നിങ്ങളുടെ വികാരങ്ങൾ ആടിയുലഞ്ഞേക്കാം. എന്നാൽ ബൈബിൾ തരുന്ന പ്രത്യാശയ്ക്ക് അതിനെ സമനിലയിലേക്ക് കൊണ്ടുവരാൻ കഴിയും. ഈ പ്രത്യാശ ഒരു നടക്കാത്ത സ്വപ്നമല്ല,
നമ്മളെ വേദനിപ്പിക്കുന്നതെല്ലാം ഇല്ലാതാക്കുമെന്ന ദൈവത്തിന്റെ ഉറപ്പാണ് അതിനടിസ്ഥാനം. വെളിപാട് 21:4. ചെയ്തു നോക്കാൻ. ഇഷ്ടമുള്ളത് എന്തെങ്കിലും ചെയ്യുക. ബൈബിൾ പറയുന്നത് സന്തോഷമുള്ള ഹൃദയം നല്ലൊരു മരുന്നാണ്. സുഭാഷിതങ്ങൾ 17:22. അർത്ഥം: സന്തോഷം തരുന്ന എന്തെങ്കിലും ചെയ്യുന്നത് മാനസികാരോഗ്യം മെച്ചപ്പെടുത്താൻ സഹായിച്ചേക്കാം. ചെയ്തു നോക്കാൻ. നിങ്ങൾക്ക് സന്തോഷം തരുന്ന എന്തെങ്കിലും ചെയ്യുക. ഉദാഹരണത്തിന്, മനസ്സിന് ഉണർവേകുന്ന പാട്ടുകൾ കേൾക്കുകയോ പ്രോത്സാഹനം തരുന്ന എന്തെങ്കിലും വായിക്കുകയോ ഒരു ഹോബിയിൽ ഏർപ്പെടുകയോ ചെയ്യുക. ചെറിയ വിധത്തിലാണെങ്കിൽ പോലും മറ്റുള്ളവരെ സഹായിക്കുന്നതും നിങ്ങളുടെ സന്തോഷം വർദ്ധിപ്പിക്കും. പ്രവർത്തികൾ 20:35. നിങ്ങളുടെ ആരോഗ്യം ശ്രദ്ധിക്കുക. ബൈബിൾ പറയുന്നത് കായിക പരിശീലനം അല്പപ്രയോജനമുള്ളതാണ്. 1 തിമത്തിയോസ് 4:8. അർത്ഥം: വ്യായാമം ചെയ്യുന്നതും ആവശ്യത്തിന് ഉറങ്ങുന്നതും പോഷകമൂല്യമുള്ള ആഹാരം കഴിക്കുന്നതും നമുക്ക് പ്രയോജനം ചെയ്യും. ചെയ്തു നോക്കാൻ. ഊർജ്ജസ്വലമായി 15 മിനിറ്റെങ്കിലും നടക്കുക. വികാരങ്ങൾക്കും ജീവിതത്തിലെ പല കാര്യങ്ങൾക്കും മാറ്റം വരുമെന്ന് ഓർക്കുക. ബൈബിൾ പറയുന്നത്, നാളെ നിങ്ങൾക്കെന്ത് സംഭവിക്കുമെന്ന് നിങ്ങൾക്ക് അറിയില്ലല്ലോ. യാക്കോബ് 4:14. അർത്ഥം: വിഷമിപ്പിക്കുന്ന ഒരു പ്രശ്നം നിങ്ങളുടെ നിയന്ത്രണത്തിനും അപ്പുറമാണെന്ന് തോന്നുന്ന ഒന്നുപോലും ചിലപ്പോൾ താൽക്കാലികമായിരുന്നേക്കാം. ഇന്ന് നിങ്ങളുടെ സാഹചര്യം എത്ര മോശമാണെന്ന് തോന്നിയാലും നാളെ അത് മാറിയേക്കാം. അതുകൊണ്ട് സഹിച്ചു നിൽക്കാനുള്ള വഴികൾ നോക്കുക. 2 കൊരിന്ത്യർ 4:8. നിങ്ങളെ വിഷമിപ്പിക്കുന്ന സാഹചര്യത്തിന് മാറ്റം വന്നേക്കാം. പക്ഷേ ആത്മഹത്യ ചെയ്താൽ പിന്നെ ഒരു തിരിച്ചുവരവില്ല. ചെയ്തു നോക്കാൻ. നിരാശയിലാണ്ടുപോയവർ മരിക്കാൻ ആഗ്രഹിച്ചവരെക്കുറിച്ചുള്ള ബൈബിൾ വിവരണങ്ങൾ വായിക്കുക. അവർ പോലും വിചാരിക്കാത്ത വിധത്തിൽ അവരുടെ സാഹചര്യം പതിയെ പതിയെ മാറിയതെങ്ങനെയെന്നു മനസ്സിലാക്കുക.